പ്രൈസ് ദ ലോർഡ്. ഇംഗ്ലീഷ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ, ഏറ്റവും പുരാതന കേന്ദ്രങ്ങളിലൊന്നായ ലിൻഡിസ്ഫ്രൈനിലെ ഹോളി ഐലൻഡിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. AD 634 മുതൽ AD 642 വരെ നോർത്തംബ്രിയൻ കിങ് ആയിരുന്ന ഓസ്വേൾഡ് തന്റെ ജനങ്ങളെ ക്രിസ്തു സ്നേഹത്തിലേക്ക് ആനയിക്കുന്നതിനായി സ്കോട്ട്ലൻഡിൽ നിന്നും എയ്ഡൻ എന്ന സന്യാസിയെ നോർത്തംബ്രിയയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഐറിഷ് സന്യാസിമാരുടെ ഒരു ആശ്രമം അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നയിച്ച ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. ഈ അതിപുരാതന ആശ്രമത്തിന്റെ ശിഷ്ടാവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ലിൻഡസ്ഫ്രാൻ ന്യൂകാസലിൽ നിന്ന് 66 മൈൽ വടക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിലേക്ക് വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കടക്കാനാകൂ. റോഡ് കൃത്യമായി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഈ റോഡിലൂടെ കടന്ന് ഐലൻഡിലേക്ക് പോകാൻ ശ്രമിക്കരുത് എന്ന വ്യക്തമായ നിർദ്ദേശം ലോക്കൽ കൗൺസിൽ നമുക്ക് നൽകുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ പല അപകടങ്ങളുടെയും ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അവ നമ്മെ കൂടുതൽ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് വേണ്ട പ്രചോദനവും മുൻകരുതലും എടുക്കാൻ പ്രാപ്തരാക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് വേലിയിറക്ക സമയത്തിന് തൊട്ടു മുൻപാണ്. അതുകൊണ്ട് തന്നെ കടൽ ഇരുവശങ്ങളിലേക്ക് മാറി പാത വ്യക്തമായി കാണുന്ന ആ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. തുടർന്ന് റോഡ് കൃത്യമായി കണ്ടതിന് ശേഷം യാത്ര ആരംഭിക്കാനും കഴിഞ്ഞു. ഓരോ യാത്രകളും പ്രതീക്ഷാ നിർഭരമാകുന്നത് എത്തിച്ചേരാനിരിക്കുന്ന സ്ഥലത്തിന്റെ മഹാത്മ്യം അറിയുമ്പോഴാണല്ലോ. ഹോളി ഐലൻഡിന്റെ ചരിത്രം അറിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കും. കത്തോലിക്ക സഭയിലെ 2 വിശുദ്ധരുടെയും അനേകം രക്തസാക്ഷികളുടെയും ത്യാഗോജ്വലമായ ജീവിത കഥ ഈ മണ്ണിന് പറയാനുണ്ട്. തന്റെ ജനത്തെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ രാജാവായ ഓസ്വാൾഡ് കൊണ്ടുവന്ന താപസവര്യനായ എയ്ഡന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്കാണ് ആദ്യമായി നമ്മൾ യാത്രയായത്. ഈ ദേവാലയത്തിനുള്ളിൽ ഒരു കുഞ്ഞു രൂപമുണ്ട്. അത് വിശുദ്ധ കത്ബേർട്സിന്റെ ആണ്. നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ പാട്രൺ സെയിന്റ് ആണ് സെന്റ് കത്ബേർട്സ്. AD 685 ലിൻഡസ്ഫ്രാനിന്റെ ബിഷപ്പായി മാറിയ കത്ബേർട്സിന്റെ പ്രാർത്ഥനാ ചൈതന്യവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപയും അനേകരെ ക്രൈസ്തവ ചൈതന്യത്തിലേക്ക് ഉയർത്തി. AD 687 മാർച്ച് 20 അദ്ദേഹം നിത്യസമ്മാനത്തിന് യാത്രയായി. മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 11 വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്നപ്പോൾ സെന്റ് കത്ബേർട്സിന്റെ അഴുകാത്ത ശരീരം അതിൽ കണ്ടു. മരണത്തിന് ശേഷം ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തികളും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിൽ സംഭവിച്ചു. നിരവധി വൈക്കിംഗ് ആക്രമണങ്ങൾക്ക് വേദിയായ ലിൻഡസ്ഫ്രാനിൽ നിന്ന് സെന്റ് കത്ബേർട്സിന്റെ റിമൈൻസ് ഡറാം കത്തീഡ്രലിലേക്ക് മാറ്റി. ഈ കാണുന്നതാണ് ഇംഗ്ലണ്ടിന്റെ ക്രിസ്തീയതയ്ക്ക് വേരുപാകിയ ആ മൊണാസ്ട്രി. തപസ്സിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം നിറഞ്ഞു നിന്ന ആശ്രമം. ഒരു ക്രിസ്ത്യാനി ഈ സ്ഥലത്തെ ഹോളി ഐലൻഡ് എന്ന് വിളിക്കുന്നതിന് തക്കതായൊരു കാരണമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷങ്ങൾ ലാറ്റിൻ ഭാഷയിലും തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയിലും എഴുതിയത് ഇവിടെ വെച്ചാണ്. അച്ചടി കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലത്ത് അവർ ചെയ്ത ആ വലിയ കാര്യം ഇന്ന് ഈ മണ്ണിനെ ഹോളി ഐലൻഡാക്കി മാറ്റി. 8ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലിൻഡസ്ഫ്രാൻ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന കൈയെഴുത്ത് പ്രതി നിർമ്മിക്കപ്പെട്ടു. ഇത് മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങളുടെ ചിത്രങ്ങളോടുകൂടിയ ലാറ്റിൻ ഗോസ്പൽ ആയിരുന്നു. ആശ്രമത്തിലെ സന്യാസിമാരുടെ ഒരു സംഘം ഈ ഗ്രന്ഥത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കാമെന്ന് അനുമാനിക്കുന്നു. 10ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ആൾഡ്രഡ് എന്ന സന്യാസി ലാറ്റിൻ കൈയെഴുത്ത് പ്രതിക്ക് ഇംഗ്ലീഷ് വ്യാഖ്യാനം ചേർത്തു. ഇത് സുവിശേഷങ്ങളുടെ ആദ്യകാല ഇംഗ്ലീഷ് പരിഭാഷയാണ്. ആൾഡ്രഡ് യഥാർത്ഥ കൃതി ബിഷപ്പായിരുന്ന ഈഡ്ഫ്രിത്തിന് സമർപ്പിച്ചു. സുവിശേഷങ്ങൾ നല്ല കൈയക്ഷരങ്ങളിൽ എഴുതപ്പെട്ടിരുന്നു. കൂടാതെ കെൽറ്റിക്, ജർമ്മനിക്, റോമൻ ശൈലികളുടെ ഒരു സംയോജനം ചിത്രീകരണങ്ങളിൽ പ്രകടമായിരുന്നു. ഈഡ്ഫ്രിത്തിന്റെ പിൻഗാമിയായ എഥൽവാൾഡ് പുസ്തകം തുന്നിക്കെട്ടി ബിൽഫ്രിത്ത് എന്ന സന്യാസി നിർമ്മിച്ച മനോഹരമായ ലോഹ കേസ് കൊണ്ട് പൊതിഞ്ഞു. വൈക്കിംഗ് ആക്രമണങ്ങളിൽ ആശ്രമവും അതിന്റെ സകല പ്രതാപവും നഷ്ടപ്പെട്ടുവെങ്കിലും
ലോകരക്ഷകനായ യേശുവിൻ്റെ തിരുമൊഴികൾ എഴുതിവെച്ച ആ പുസ്തകം ജീവൻ ബലി കൊടുത്തു പോലും അവർ സംരക്ഷിച്ചു. ലിൻഡസ് ഫ്രൈൻ സുവിശേഷങ്ങൾ ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. AD 793 ലിൻഡസ് ഫ്രൈനിൽ നടന്ന വൈക്കിംഗ് ആക്രമണങ്ങളിൽ അവിടെയുണ്ടായിരുന്ന നിരവധി സന്യാസിമാരെ അവർ കൊന്നൊടുക്കി. ഒത്തിരി പേരെ അടിമകളായി കൊണ്ടുപോയി. ദേവാലയത്തിലെ വിലപിടിപ്പുള്ളതെല്ലാം അവർ അപഹരിച്ചു. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കി. ആ ആക്രമണം ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി. രക്തസാക്ഷികളുടെ ചുടുനീണം വീണ മണ്ണിൽ നിന്നും കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ 2 പ്രധാന വിശുദ്ധരാണ് സെയിന്റ് എയ്ഡനും സെയിന്റ് കത്ബേർട്സും. അടുത്ത വേലിയേറ്റത്തിന് മുൻപ് ദ്വീപിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതുകൊണ്ടും രാത്രിയായി കഴിഞ്ഞാൽ വഴിയാത്ര ദുഷ്കരമാകുമെന്ന് തോന്നിയതുകൊണ്ടും നേരം ഇരുട്ടു മുമ്പേ ഞങ്ങൾ ദ്വീപിൽ നിന്ന് പുറത്തു കടന്നു. തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ ഓരോരുത്തർക്കും സ്വന്തമായുള്ള ബൈബിളിനെ കുറിച്ചാണ്. ഇന്ന് ഇത്ര എളുപ്പത്തിൽ വിശുദ്ധ ഗ്രന്ഥം എടുക്കാനും സ്വന്തം ഭാഷയിലും ഇംഗ്ലീഷിലൊക്കെ വായിക്കാനും കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ആ സന്യാസി സമൂഹത്തെ.